أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. جنات عدن التي وعد الرحمن عباده بالغيب إنه كان وعده مأتيا. لا يسمعون فيها لغوا إلا سلاما ولهم رزقهم فيها بكرة وعشيا. تلك الجنة التي نورث من عبادنا من كان تقيا. وما نتنزل إلا بأمر ربك له ما بين أيدينا وما خلفنا وما بين ذلك وما كان ربك نسيا. رب السماوات والأرض وما بينهما فاعبده واصطبر لعبادته هل تعلم له سميا. സദഖല്ലാഹുൽ അലീം. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തു മറിയമിലെ 61 മുതൽ 65 കൂടി 5 ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ജന്നാതി അദ്നിൻ ലത്തി വഅദർ റഹ്മാനു ഇബാദഹു ബിൽ ഗൈബി ഇന്നഹു കാന വഅദുഹു മഅതിയാ. ജന്നാത്തു അദ്നിൻ, സ്ഥിരവാസത്തിനുള്ള സ്വർഗം. അല്ലത്തി വഅദർ റഹ്മാനു, അതായത് പരമകാരുണികൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഇബാദഹു, അവൻ്റെ അടിമകൾക്ക്. ബിൽ ഗൈബി, അദൃശ്യമായ നിലയിൽ പരമകാരുണികൻ തൻ്റെ ദാസന്മാർക്ക് അദൃശ്യമായ നിലയിൽ വാഗ്ദാനം ചെയ്ത സ്ഥിരവാസത്തിനുള്ള സ്വർഗം. അതിൽ അവർ പ്രവേശിക്കും. ഇന്നഹു കാന വഅദുഹു മഅതിയ, തീർച്ചയായും അവൻ്റെ വാഗ്ദാനം നടപ്പിൽ വരിക തന്നെ ചെയ്യും. തീർച്ചയായും അവൻ്റെ വാഗ്ദാനം നടപ്പാവുക തന്നെ ചെയ്യും, വന്നണയുക തന്നെ ചെയ്യും. ലാ യസ്മഊന ഫീഹ, അതിൽ വെച്ച് അവർ കേൾക്കുകയില്ല. ലാ യസ്മഊന ഫീഹ, അതിൽ വെച്ച് അഥവാ അവിടെ വെച്ച് അവർ കേൾക്കുകയില്ല. ലഗവൻ, വല്ല അനാവശ്യവും, ഒരു അനാവശ്യവും അവിടെ വെച്ച് അവർ കേൾക്കില്ല. ഇല്ല സലാമ, സലാം എന്ന വാക്കല്ലാതെ, സലാം എന്നല്ലാതെ മറ്റൊന്നും അവരോട് കേൾക്കില്ല. വലഹും റിസ്ഖുഹും ഫിഹ, അവർക്ക് അവിടെ ഭക്ഷണമുണ്ട്. ബുക്രത്തൻ, രാവിലെയും, വാശിയ, വൈകുന്നേരവും. അവർക്കവിടെ രാവിലെയും വൈകുന്നേരവും ഭക്ഷണം ലഭിക്കുന്നതാണ്. തിൽക്കൽ ജന്നത്തു, ആ സ്വർഗം. അല്ലത്തി നൂരിസു മിൻ ഇബാദിന, നാം നമ്മുടെ അടിമകൾക്ക് അനന്തരമെടുക്കാൻ വേണ്ടി നൽകിയിട്ടുള്ളതാണ്. ആ സ്വർഗം നമ്മുടെ അടിമകൾക്ക് അനന്തരമെടുക്കാൻ വേണ്ടിയുള്ളതാണ്. മൻകാന തഖയ്യ, അവരിൽ ആർക്കാണോ തഖവയുള്ളത് അവർക്ക്. വമാ നത്തനസ്സുലു, നാം ഇറങ്ങി വരികയില്ല. വമാ നത്തനസ്സലു, നാം ഇറങ്ങി വരികയില്ല. ഇല്ലാ ബി അംരി റബ്ബിക്ക, നിൻ്റെ രക്ഷിതാവിൻ്റെ കൽപ്പനയില്ലാതെ. നിൻ്റെ രക്ഷിതാവിൻ്റെ കൽപ്പനയില്ലാതെ നാം ഇറങ്ങി വരികയേയില്ല. ലഹു, അവനുള്ളതാണ്, അഥവാ നിൻ്റെ രക്ഷിതാവിനുള്ളതാണ്. മാ ബൈന ഐദീന വ മാ ഖൽഫന, നമ്മുടെ മുമ്പിലുള്ളതും നമ്മുടെ പിമ്പിലുള്ളതും. നമ്മുടെ മുമ്പിലും പിമ്പിലുമുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനുള്ളതാണ്. വമാ ബൈന ദാലിക്ക,
അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ളതും. വമാക്കാന റബ്ബുക നസിയ, നിൻ്റെ രക്ഷിതാവ് മറന്നു പോകുന്നവനല്ല. നിൻ്റെ രക്ഷിതാവ് ഒന്നും മറന്നു പോവുകയില്ല. റബ്ബു സമാവാത്തി വൽ അർള്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും രക്ഷിതാവാണ് അവൻ. റബ്ബു സമാവാത്തി വൽ അർള്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും രക്ഷിതാവാണ് അവൻ. വമാ ബൈനഹുമ, അവക്കിടയിലുള്ളതിൻ്റെയും രക്ഷിതാവാണ് അവൻ. ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവക്കിടയിലുള്ളതിൻ്റെയും രക്ഷിതാവാകുന്നു അവൻ. ഫഅബ്ദുഹു, അതുകൊണ്ട് നീ അവനെ ആരാധിക്കുക. ഫസ്തബിർ ലിഇബാദത്തിഹി, അവൻ്റെ ആരാധനയിൽ ക്ഷമയോടെ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. ഫസ്തബിർ ലിഇബാദത്തിഹി, അവൻ്റെ ആരാധനയിൽ അങ്ങേയറ്റം ക്ഷമയോടുകൂടി ഉറച്ചു നിൽക്കുക. ഹൽ തഅലമു, നിനക്ക് അറിയാമോ, ലഹു, അവന് സമീയ, ഒത്ത പേരുകൾ, അതുപോലുള്ള പേരുകൾ, അഥവാ അവൻ പോരാത്ത ആരെയെങ്കിലും താങ്കൾക്ക് വേറെ അറിവുണ്ടോ? നേരത്തെ തൗബ ചെയ്ത ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ ആയത്തിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഈ ആയത്തുകളിൽ ആ സ്വർഗത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. ജന്നാത്തു അദ്നില്ലത്തി വഅദർ റഹ്മാൻ ഇബാദഹു ബിൽ ഗൈബ്, പരമകാരുണികൻ തൻ്റെ ദാസന്മാർക്ക് അദൃശ്യമായ നിലയിൽ വാഗ്ദാനം ചെയ്ത സ്ഥിരവാസത്തിനുള്ള സ്വർഗമാണ് ആ സ്വർഗം. ഇന്നഹു കാന വഅദുഹു മഅ്തിയ, അവൻ്റെ വാഗ്ദത്തം വരിക തന്നെ ചെയ്യും. അതേപോലെ തന്നെ അവിടെ വല്ല അനാവശ്യ സംസാരം ആ സ്വർഗത്തിൽ കേൾക്കില്ല. ഇല്ല സലാമ, സലാം, സമാധാനം എന്നുള്ളൊരു പദമല്ലാത്ത മറ്റ് ഒരനാവശ്യവും അവിടെ കേൾക്കാനില്ല. മാത്രമല്ല വലഹും റിസ്ഖുഹും ഫിഹാ ബുക്രതൻ വഅശിയ, രാവിലെയും വൈകുന്നേരവും അവിടെ ഭക്ഷണം കിട്ടും. തിൽക്കൽ ജന്നത്തുല്ലത്തി നൂരിസു മിൻ ഇബാദിന, നമ്മുടെ അടിമകൾ അനന്തരമെടുക്കുന്നത്, നമ്മുടെ അടിമകൾക്ക് വേണ്ടി നാം അവകാശപ്പെടുത്തി കൊടുത്ത ആ സ്വർഗമാകുന്നു അത് തഖവയുള്ള ആളുകൾക്ക്. മൻകാന തഖിയ, ആർക്കാണോ തഖവയുള്ളത് അത് അവർക്ക് കിട്ടും. അപ്പം ഇവിടെ ആ സ്വർഗത്തെ സംബന്ധിച്ച് പറഞ്ഞത് ഒന്ന് സ്ഥിരവാസത്തിനുള്ള സ്വർഗമാണ്, തോട്ടങ്ങളാണ്. ദുനിയാവിലെ തോട്ടങ്ങൾ ഒരിക്കലും സ്ഥിരവാസത്തിനുള്ളതല്ല, സ്ഥിരതയില്ല അതിന്. ഈ സ്വർഗത്തിനാകട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മാറ്റവും വരുത്തില്ല. അതങ്ങനെ തന്നെ എല്ലാ കാലവും ആ പച്ചിപ്പ്, അതേപോലെ തന്നെ അതിലുള്ള ഫലങ്ങളും ഒക്കെ നൽകിക്കൊണ്ട് അങ്ങനെ തന്നെ നിൽക്കും. രണ്ടാമതൊരു സംഗതി, അള്ളാഹു അവൻ്റെ അടിമകൾക്ക് വാഗ്ദാനം ചെയ്തതാണത്. തൻ്റെ അടിമകൾക്ക് തരാം എന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തതാണ്. അതേപോലെ തന്നെ അവർ കാണാതെ തന്നെ ആ വാഗ്ദാനത്തിൽ അവർ വിശ്വസിക്കുകയാണ്. നമ്മൾ ഗൈബിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്, അദൃശ്യങ്ങളിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്, കാണാത്ത കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അള്ളാഹു തരും എന്ന് വിചാരിച്ചാൽ നമുക്ക് ആ കാര്യത്തിൽ ഉറപ്പുണ്ട്, കിട്ടും. ആ ഉറപ്പാണ് വിശ്വാസിക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ അവിടെ അനാവശ്യമായ സംസാരങ്ങളൊന്നും കേൾക്കില്ല. ജീവിത വിജയത്തിന് അനാവശ്യമായ സംസാരങ്ങൾ ഉപേക്ഷിക്കണമെന്നും ഈ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യും. നമ്മൾ ജയിക്കണോ എങ്കിൽ വേണ്ടാത്ത സംസാരങ്ങൾ, വേണ്ടാത്ത കാര്യങ്ങൾ കേൾക്കാൻ നമ്മൾ മെനക്കെടണ്ട, അതിൻ്റെ ആവശ്യമില്ല. മറ്റൊന്ന്, അവകാശികൾക്ക് വേണ്ടി സ്വത്ത് കാത്ത് സൂക്ഷിച്ചു വെച്ച പോലെ തന്നെ വിശ്വാസികൾക്ക് വേണ്ടി സ്വർഗം തയ്യാറാക്കി വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വഴിപ്പെട്ട് ജീവിക്കുകയാണ് എങ്കിൽ ലഭിക്കുമായിരുന്ന ഈ സ്വർഗം, അത് ആ രമ്യഹർമ്മങ്ങളും തോട്ടങ്ങളും അരുവികളും ഒക്കെ തന്നെ ഒരു കൂട്ടർ വഴിപ്പെട്ട് ജീവിക്കാത്ത കാരണത്താൽ അവർക്കത് കിട്ടാതെ നീക്കി വഴിപ്പെട്ട സജ്ജനങ്ങൾക്ക് മാത്രമായി അത് നൽകുകയും ചെയ്യും. എല്ലാവർക്കും സ്വർഗം കിട്ടില്ല, അള്ളാഹിനെ വഴിപ്പെട്ടവർക്ക് മാത്രമേ തരുള്ളൂ.
പിന്നീട് അടുത്ത ആയത്തുകളിൽ പറയുന്നത് വമാ നത്തനസ്സലു, നാം ഇറങ്ങി വരികയില്ല എന്നുള്ളതാണ്. ഇല്ലാ ബി അംരി റബ്ബിക്ക, നിൻ്റെ റബ്ബിൻ്റെ അമ്ര, നിൻ്റെ റബ്ബിൻ്റെ അമ്ര ഇല്ലാതെ, കൽപ്പനയില്ലാതെ എന്ന് പറഞ്ഞതുകൊണ്ട് ഇത് റബ്ബല്ല മറിച്ച് മലക്കുകളാണ് എന്ന് വ്യക്തമാണ്. അതായത് ഖുറൈശികൾ 5 പേര് അടങ്ങുന്ന ഒരു സംഘം മദീനയിലെ ജൂതന്മാരുടെ അടുത്തേക്ക് പ്രവാചകൻ്റെ ഗുണങ്ങൾ അവരുടെ വേദപുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി പറഞ്ഞു വെച്ചു. അവർ ജൂതന്മാരെയും കണ്ടു, നസാറാക്കളെയും കണ്ടു. ക്രിസ്ത്യാനികൾ അതിനെ പറ്റിയിട്ട് അഭിപ്രായങ്ങളൊന്നും പറഞ്ഞില്ല. എന്നാൽ ജൂതന്മാർ പറഞ്ഞു ഉണ്ട്, ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ ഇപ്പം ഈ സമയം എന്ന് പറഞ്ഞാൽ ആ ദൂതം വരേണ്ട സമയമാണ്, ഏകദേശം അങ്ങനെ ആയിട്ടുണ്ട്, സമയമായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ നാട്ടിൽ പ്രവാചകൻ എന്ന് പറഞ്ഞ് നടക്കുന്നയാളോട് നിങ്ങൾ 3 ചോദ്യം ചോദിക്കുക. 2 അവർ ഉത്തരം പറഞ്ഞാൽ പ്രവാചകനാണെന്ന് പറയുകയും ആ പ്രവാചകനെ നിങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യും. അതല്ല, അദ്ദേഹം ഈ പറയുന്നത് തെറ്റാണെങ്കിൽ പിന്നെ അദ്ദേഹം കള്ള പ്രവാചകനാണ് എന്നും പറഞ്ഞു. ഒന്ന് പറഞ്ഞത് ഗുഹാവാസികളായ യുവാക്കളെ സംബന്ധിച്ചാണ്, അത് ചോദിച്ചു നോക്കാൻ പറഞ്ഞു. രണ്ടാമത്തത് ദുൽഖർനൈനെ സംബന്ധിച്ച് ചോദിച്ചു നോക്കാൻ പറഞ്ഞു. മൂന്നാമത്തത് ആത്മാവിനെ സംബന്ധിച്ചും ചോദിക്കാൻ പറഞ്ഞു. ഈ ചോദ്യത്തിനൊക്കെ അള്ളാഹു പല സന്ദർഭങ്ങളിലായിട്ട് കൃത്യമായ ഉത്തരങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് പറഞ്ഞപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അന്നേരം പറഞ്ഞത് ഞാൻ ഉത്തരം നാളെ പറഞ്ഞുതരാം, അടുത്ത ദിവസം പറഞ്ഞുതരാം. അവിടെ ഇൻഷാ അല്ലാഹ് എന്ന പദം പ്രവാചകൻ പ്രയോഗിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ 40 ദിവസത്തേക്ക്, അതല്ലെങ്കിൽ ചില റിപ്പോർട്ട് പ്രകാരം 15 ദിവസത്തേക്ക് അദ്ദേഹത്തിന് നുബുവത്ത്, അദ്ദേഹത്തിന് വഹി തടയപ്പെടുകയാണ് ഉണ്ടായത്. പിന്നെ അള്ളാഹു ആ സമയത്ത് അദ്ദേഹത്തിന് വഹി കൊടുത്തില്ല. കാരണം അദ്ദേഹം ഇൻഷാ അല്ലാഹ് എന്ന വാക്ക് പറഞ്ഞിട്ടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ പിന്നെ വന്നപ്പോൾ ചോദിച്ചു, താങ്കൾ എന്താണ് എൻ്റെ അടുക്കൽ വരാൻ താമസിച്ചത്? താങ്കളെ കാണാൻ ഞാൻ വല്ലാതെ കൊതിച്ചു പോയി എന്ന് പറഞ്ഞു. അപ്പോഴാണ് ജിബ്രീൽ ഈ സംഗതി പറഞ്ഞത് എന്നാണ്. എനിക്ക് അള്ളാഹുവിൻ്റെ ആജ്ഞയില്ലാതെ വരാൻ സാധിക്കില്ല. അള്ളാഹു അയച്ചാൽ വരും, അയച്ചില്ലെങ്കിൽ വരില്ല എന്നാണ്. അതേപോലെ തന്നെ വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫായിലുൻ ദാലിക ഗദൻ ഇല്ലാ അൻ യശാ അല്ലാഹ് എന്ന് സൂറത്തുൽ കഹ്ഫിലെ ആ വാക്യവും ഇതേ സന്ദർഭത്തിൽ പറഞ്ഞു കൊടുത്തു. ഇല്ലാ അൻ യശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്ന പദമില്ലാതെ ഞാൻ നാളെ ഒരു കാര്യം ചെയ്യുമെന്ന് പറയരുത് എന്ന് പ്രവാചകന് ആജ്ഞ ലഭിച്ചതും അതേ സന്ദർഭത്തിലാണ്. അപ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാം ആയിരിക്കും ഈ സംഗതി പറഞ്ഞത്. ലഹു മാബൈന ഐദീന വമാ ഖൽഫന, നമ്മുടെ മുമ്പിലുള്ളതും പിന്നിലുള്ളതും അതിനിടയിലുള്ളതും ഒക്കെ തന്നെ മാബൈന ദാലിക വമാ കാന റബ്ബുക നസിയ, നിൻ്റെ റബ്ബ് ഒരിക്കലും തന്നെ ഒന്നും മറന്നു പോവുകയില്ല. വമാ കാന റബ്ബുക നസിയ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നും മറക്കില്ല. അപ്പോൾ ആ നിലക്കാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ വരാത്തത് എന്നുകൂടി ജിബ്രീൽ പറയുകയാണ്. വീണ്ടും റബ്ബു സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും രക്ഷിതാവ്, വമാ ബൈനഹുമ, അവക്കിടയിലുള്ളതിൻ്റെയും രക്ഷിതാവ്, ഫഅബ്ദു, അതുകൊണ്ട് അവനെ ആരാധിക്കുക, വസ്തബിർ ലി ഇബാദത്തിഹി, അവൻ്റെ ആരാധനയിൽ ക്ഷമയോടുകൂടി ഉറച്ചു നിൽക്കുക. അവനെപ്പോലുള്ള ഒരു പേരെങ്കിലും നിങ്ങൾക്ക് സൂചിപ്പിക്കാനുണ്ടോ എന്ന് കൂടി ചോദിക്കുകയാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. തങ്ങളുടെ മുമ്പിലുള്ളതും പിന്നിലുള്ളതും അവക്കിടയിലുള്ളതും ഒക്കെ അള്ളാഹ്ക്കുള്ളതാണ്. ഭൂതവും ഭാവിയും വർത്തമാനവും എല്ലാം അറിയുന്നത് അള്ളാഹു മാത്രമാണ്. ദുനിയാവും ആഖിറവും അവക്കിടയിലുള്ളതുമൊക്കെ അള്ളാഹുവേ അറിയുന്നുള്ളൂ. അവൻ്റെ നിയന്ത്രണത്തിലാണ് എല്ലാം ഉള്ളത്. അതായത് ഞങ്ങളുടെ കാര്യം അള്ളാഹുവിൻ്റെ കരങ്ങളിലാണ്. മലക്കുകൾക്കൊന്നും സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അവൻ തൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നു. അതിനെ ആർക്കും ചോദ്യം ചെയ്യാൻ സാധ്യമല്ല. എല്ലാറ്റിൻ്റെയും അധിപനും രക്ഷിതാവും ആയിട്ടുള്ള ഒരുവനും മറവി സംഭവിക്കാൻ പാടില്ല. കാരണം ഓരോ നിമിഷവും അവൻ സുബദ്ധമായി വീക്ഷിച്ചുകൊണ്ടിരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരിക്കലും അള്ളാഹ്ക്ക് മറവി പറ്റുകയില്ല എന്നുകൂടി ഇവിടെ വ്യക്തമാക്കുകയാണ്. എന്നിട്ട് പ്രവാചകനോട് പറയാണ് അവനെ ആരാധിക്കണം.
ആരാധന നിർവഹിക്കാൻ വേണ്ടി തുനിയുമ്പോൾ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ക്ഷമിക്കണം. ഇബാദത്ത് പല പ്രയാസങ്ങളെയും വിഷമഘട്ടങ്ങളെയും ഒക്കെ ക്ഷണിച്ചു വരുത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ക്ഷമയോടുകൂടി അതിനെ സമീപിക്കണം. മുശ്രിക്കുകളുടെ ജൽപ്പനങ്ങളും വഹി വരാൻ പിന്തിയതിൻ്റെ പേരിൽ പറഞ്ഞുണ്ടാക്കിയ നുണപ്രചരണങ്ങളും ഒക്കെ തന്നെ അതിൽ ഒരു നിലക്കും താങ്കൾക്ക് മനോവ്യത ഉണ്ടാവേണ്ടതില്ല, താങ്കൾ വിഷമിക്കേണ്ടതില്ല എന്നുകൂടി ഇവിടെ ഉണർത്തുക. റബ്ബ് സുബ്ഹാനഹു വ തആലയെ വേണ്ട വിധത്തിൽ എങ്ങനെയാണോ ആരാധിക്കേണ്ടത് ആ പ്രകാരം ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.